ഇസ്രായേലിലെ യഹൂദന്മാരെല്ലാവരും സയനിസത്തിന്റെ പാതയിലാണെന്ന് ഒരിക്കലും ആരും പറയരുത്. കാരണം നല്ല യഹൂദന്മാർ ഒരുപാടുണ്ട്. ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരമായ വംശഹത്യയെ എതിർക്കുന്ന ഒരുപാട് യഹൂദന്മാരുണ്ട്. അതുകൊണ്ട് നമ്മളാരും യഹൂദന്മാർ എല്ലാവരും സയനിസ്റ്റുകളാണ്, അവർ ഇസ്ലാം വിരോധികളാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇവിടെ ഒരു യഹൂദൻ പറയുന്നത് കേൾക്കൂ. ആ യഹൂദൻ പറയുന്നത് എന്താണ്? പണ്ട് ഖലീഫമാർ ഭരിച്ചിരുന്ന കാലത്ത് എത്ര സുന്ദരമായിരുന്നു രാജ്യം. എല്ലാവർക്കും സമത്വം, നീതി, സ്വാതന്ത്ര്യം എല്ലാം കിട്ടിയിരുന്നു. അറേബ്യ ഖലീഫമാർ ഭരിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം രാജ്യത്തിലെ പ്രജകൾ അത്താഴം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു നിലപാട് അന്നുണ്ടായിരുന്നു. ഖലീഫമാർ തൻ്റെ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു പ്രജ പട്ടിണി കിടന്നാൽ അതിന് തീർച്ചയായും ഉത്തരവാദി ഭരിക്കുന്ന ഖലീഫയാണെന്ന് ബോധം അവർക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ചെയ്ത തെറ്റിന് മാപ്പില്ല എന്ന് തിരിച്ചറിയുന്നവരാണ് ഖലീഫമാർ. അതുകൊണ്ട് സ്വന്തം രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രജ പട്ടിണി കിടക്കാൻ അവർ അനുവദിക്കുമായിരുന്നില്ല. രാത്രികാലങ്ങളിൽ വേഷം മാറിക്കൊണ്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഇറങ്ങുന്ന ശീലം ഖലീഫമാർക്കുണ്ടായിരുന്നു. അങ്ങനെ സത്യസന്ധമായി ഭരിച്ചിരുന്നവരാണ് ഖലീഫ. ആ ഖലീഫന്മാരെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ യഹൂദൻ പ്രകാരം പറയുന്നത്. ഈ യഹൂദൻ പറയുന്നത് എന്താണ്? ഒന്ന് കേട്ടു നോക്കൂ. I'm not a Muslim, but I wish that the Caliphate would come back, and I'll tell you why. The Caliphate have a way to protect the poor people. The Jesus that we used to pay, it's only for the rich Jews. Poor Jews that didn't have money used to receive tax credit from the Muslims. The justice among the Caliphate was amazing. The Muslim nation today are divided because world superpowers, in order to weaken the Muslims and to enjoy and to take advantage of their natural amazing resources, which they have combined all over the Muslim area, oil and gold and copper, anything. One strong Caliphate from Morocco till Pakistan, till Bangladesh, would be a solid Caliphate which will bring a lot of honor, unity, prosperity in spiritualism, justice, that Zionism will come to an end. All the rabbis before the Second World War said that the Zionists will be driven out of Palestine, but Jews would remain with the Palestinians. ഞാനൊരു മുസ്ലിംസ് അല്ല, പക്ഷേ ഖിലാഫത്ത് ഭരണം, അതായത് ഖലീഫമാർ ഭരിക്കുന്നതിന് ഖിലാഫത്ത് ഭരണം എന്ന് പറയുന്നത്, ഈ ഖിലാഫത്ത് ഭരണത്തിൽ പാവങ്ങളെ സഹായിക്കാൻ ഒരു വഴിയുണ്ടായിരുന്നു. എന്താണ് ആ വഴി? ധനികന്മാരിൽ നിന്നും ജസിയ, നികുതി ഈടാക്കിക്കൊണ്ട് പാവങ്ങളെ പരിരക്ഷിക്കുന്ന ഒരു മാർഗം ഖലീഫമാർ സ്വീകരിച്ചിരുന്നു. അതുപോലെ ഖലീഫമാർ ദരിദ്രരായ മനുഷ്യരെ പ്രത്യേകം സംരക്ഷിക്കുമായിരുന്നു. ഖലീഫമാരുടെ ഭരണത്തിൽ നീതി സുനിശ്ചിതമാണ്. അവിടെ പണക്കാരനെന്നോ പാമരനോ എന്നുള്ള വ്യത്യാസം നോക്കില്ലായിരുന്നു. അങ്ങനെ നീതിപരമായിട്ടുള്ള ഭരണം നടത്തുന്ന ഈ അറേബ്യൻ രാജ്യങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് ലോക രാജ്യങ്ങൾ ഇവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറേബ്യൻ രാജ്യങ്ങളുടെ പ്രകൃതി മുതലുകൾ സ്വന്തമാക്കുവാൻ വേണ്ടി ലോക രാജ്യങ്ങൾ ഈ അറബി രാജ്യങ്ങളെ ഭിന്നിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അറേബ്യൻ രാജ്യങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ നീതിയും നിയമവും സുനിശ്ചിതമാണ്. അവിടെ പാവപ്പെട്ടവനക്ക് ഒരിക്കലും നീതി നിഷേധിക്കില്ല. എല്ലാ യഹൂദന്മാരും ഇസ്ലാം വിരോധികളല്ല എന്ന് നമ്മൾ ഈ ഒരു യഹൂദൻ്റെ വാക്കിൽ നിന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സയനിസം എന്നതൊരു വിഷമാണ്. അത് ബാധിച്ച യഹൂദന്മാർ ഒരുപാടുണ്ട് ഇസ്രായേലിൽ. അവരെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. കാരണം അവരുടെ സിരകളിൽ ഇസ്ലാം വിരോധം എന്നത് ക്യാൻസർ പോലെ ഡെപ്പോസിറ്റഡാണ്. അതുകൊണ്ട് ഒരിക്കലും അവർ മാറത്തില്ല. ലോകാവസാനം വരെ ആ യഹൂദന്മാർ നിലനിൽക്കും. ഓക്കെ.